عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുഞ്ഞിമദീൻ ദാരിമി അവരുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി തുടങ്ങിയ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട പണ്ഡിതന്മാരെ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ, നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, ഈ സംഗമം സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ചുകൂടിയ പോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മേവരെയും അല്ലാഹു ഇതേപോലെ ഒരുമിച്ചുകൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലുദ്ദേശങ്ങളും അല്ലാഹു നിരന്തരം ചെയ്യുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മീനാർകുഴി ശാഖ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റഈസുൽ ഉലമ കടമ്പാടി ഉസ്താദിന്റെ അനുസ്മരണ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനവറുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകളുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെ നമ്മെയും അല്ലാഹു ജന്നാത്തുൽ നഈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമ്മിൽ നിന്ന് മരിച്ചവരെയും ഒക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ചുകൂടാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ മഹത്തായ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് 10 വർഷക്കാലം നേതൃത്വം നൽകിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ നന്മയുടെ സത്യത്തിന്റെ പാന്താവിലേക്ക് നയിച്ച മഹാനായിരുന്നു മഹാനായ കടമ്പാടി ഉസ്താദ്. വളരെ ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് വിനയാന്യതനായി ജാടകളില്ലാതെ അദ്ദേഹം ഈ വലിയ പ്രസ്ഥാനത്തിന്, കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകി അദ്ദേഹം നമ്മിൽ നിന്ന് വിട പറയുകയുണ്ടായി. മഹാനവറുകളുടെ ജീവിതം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലുള്ള സമൂഹത്തിന് ഏറെ പഠിക്കാനും പകർത്താനും മനസ്സിലാക്കാനുമൊക്കെ ഉള്ളതാണ്. ഈ അത്യാധുനിക കാലഘട്ടത്തിൽ പോലും ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അജേയമായ നേതൃത്വത്തിലെത്തിയിട്ടും ജാടകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാതെ എല്ലാവിധ സൗകര്യങ്ങളും തനിക്ക് ലഭ്യമായിരുന്നിട്ട് പോലും ആ സൗകര്യങ്ങളെല്ലാം തന്നെ, ഭൗതികമായ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ, അതെല്ലാം തനിക്ക് പാരത്രിക ലോകത്ത് അത് ഒരു ഭാരമായി മാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാത്രം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാനായിരുന്നു ഷെയ്ഖുന കടമ്പാടി ഉസ്താദ്. ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് SKSF ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിരവധി അധാർമിക അസന്മാർഗീയ പ്രവണതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക് നേരിന്റെ പാത കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഇന്ന് വിദ്യാർത്ഥികളും യുവാക്കളും യുവതികളും ഒക്കെ തന്നെ വഴി പിഴച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അധർമ്മത്തിന്റെയും അസന്മാർഗീയതയുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു വിഭാഗം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാമധാരികളായ സഹോദരങ്ങളും സഹോദരിമാരും തന്നെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാം വിരോധിച്ച പല കാര്യങ്ങളിലും, മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ, വ്യഭിചാരം എന്നീ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പങ്ക് ഓരോ വർഷവും വർദ്ധിക്കുകയും നിരവധി ദീന സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉത്ബോധനങ്ങൾ നടക്കുന്നു. പക്ഷേ ഇത് സമൂഹത്തിൽ വേണ്ടത്ര യേശുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ഈ പ്രവർത്തനങ്ങൾ അത് ഉൾക്കൊള്ളുന്നതിൽ നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ അത് പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മുടെ വളർന്നൊരു വിദ്യാർത്ഥികൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ, രക്ഷിതാക്കളും ഈ മതപരമായ കാര്യങ്ങൾ, മതവിജ്ഞാനത്തിന്റെ കാര്യങ്ങളിൽ
വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾ സന്മാർഗീയതകളൊക്കെ തന്നെ നമ്മുടെയൊക്കെ മഹല്ലുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇന്ന് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് കീഴിലായി തന്നെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ വരെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നിരവധി മദ്രസകൾ നമ്മുടെ മഹല്ലുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് 5ാം ക്ലാസ്സോടുകൂടി ആ സംവിധാനങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കടന്നുകയറ്റം, ആ ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം പ്രതിപത്തിയുള്ള സമൂഹമായി ജീവിക്കുമ്പോൾ അത് വിദ്യാഭ്യാസത്തെ അവഗണിക്കുകയും അതിന്റെയൊക്കെ തന്നെ ദുരന്തമായി തന്നെയാണ് പലപ്പോഴും അധർമ്മങ്ങളും സന്മാർഗീയതകളും വിദ്യാർത്ഥി യുവതലമുറയിലേക്ക് വ്യാപിക്കാൻ കാരണമായിട്ടുള്ളത്. ഇന്നത്തെ ആധുനിക വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിസ്ഫോടനങ്ങൾ സമൂഹത്തെ നന്മയുടെ സന്ദേശം നൽകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനു പകരം തിന്മകൾ അത് കാരണമായിക്കൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റും മൊബൈൽ ഫോണും ടെലിവിഷനും ഒക്കെ ആധുനിക വൈജ്ഞാനിക മേഖലയുടെ പുരോഗതികളാണ്. ഇത് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മകൾക്ക് അത് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിന്റെ സ്വാധീനങ്ങൾ വിദ്യാർത്ഥി യുവസമൂഹത്തെ ലൈംഗികമായ അരാജകത്വങ്ങളിലേക്കും അധർമ്മങ്ങളിലേക്കും ഇന്ന് വ്യാപകമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗങ്ങൾ, മിസ് കോളുകളിലൂടെ ഉണ്ടാകുന്ന പ്രണയബന്ധങ്ങൾ നിരവധി കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയ്ക്ക് കാരണമായി തീരുന്നു. കുടുംബിനികൾ പോലും നടത്തുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിരവധി പണ്ഡിതന്മാർ പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ചുകൂടിയ പോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെ ഏവരെയും അള്ളാഹു ഇതേപോലെ ഒരുമിച്ചുകൂട്ടുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നിരവധി പണ്ഡിതന്മാർ, മഹാനായ ഷെയ്ഖുന കാണമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ നിരവധി പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ നിരവധി ബന്ധുക്കളുണ്ട്. ഈ നഗരിയുടെ സാബിർ ജാഫർ എന്ന സഹോദരൻ, അതുപോലെ തന്നെ നിരവധി നമ്മുടെ ബന്ധുക്കൾ പലരും മരിച്ചുപോയി. അള്ളാഹു അവർക്ക് മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ നഈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽപ്പെട്ട പല ആളുകളും പലതരത്തിലുള്ള ശാരീരിക മാനസിക അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. പല മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകൾ, ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, ഹൃദയ സംബന്ധമായ രോഗികളുണ്ട്, കിഡ്നി സംബന്ധമായ രോഗികളുണ്ട്, ചെറുതും വലുതുമായ രോഗങ്ങളുള്ള ആളുകൾ, ആശുപത്രി കഴിഞ്ഞ ഐസിയുയിൽ കഴിഞ്ഞ രോഗികളുണ്ട്. കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ അവരുടെ തന്നെ എല്ലാ അസുഖങ്ങളും അള്ളാഹു ഷിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപകട